അഖിലലോക ഇസ്ലാമിക തീവ്രവാദികളെയും അവരുടെ കയ്യാളുകളെയും പുളകിതരാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആൺകോയ്മകൾ അരങ്ങുവാഴുന്ന ഇസ്ലാമിക തീവ്രവാദ തട്ടകത്തിൽ കാലഘട്ടത്തിന്റെ അനിവാര്യമായി മാറിയിരിക്കുന്ന സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ വലിയ നേതാവായ ജയ്ഷെ മുഹമ്മദ് ഫൗണ്ടറായ മസൂദ് അസർ തീവ്രവാദിനികളെ വാർത്തെടുക്കുവാനുള്ള പദ്ധതിയുമായി രംഗത്ത് ഇറങ്ങിയതാണ് അഖില ലോക ഇസ്ലാമിക തീവ്രവാദികളെ ഇപ്പോൾ കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് സ്വർഗത്തിൽ പോകാമെന്നുള്ള അങ്ങേയറ്റം ആകർഷകമായ പാക്കേജുകളുടെ വനിതാ ചാവേറുകൾക്കുള്ള ഈ പരിശീലന പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന മസൂദ് അസ്ഹറിന്റെ ശബ്ദരേഖയ്ക്ക് ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ഇടയിൽ വമ്പൻ ഹൈപ്പാണ് ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദികളെ പരിശീലിപ്പിക്കാനുള്ള അതേ സിലബസ് ഘടനയിൽ തന്നെയാണ് തീവ്രവാദിനികൾക്കുള്ള പാഠ്യപരിശീലന പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 21 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദരേഖയിലാണ് ജയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസർ ജമാഅത്ത് ഉൽ മോമിനാത്തിന്റെ പുതിയ യൂണിറ്റിന്റെ കീഴിൽ സ്ത്രീകളെ തിയറിയും ഒപ്പം പ്രായോഗിക പരിശീലനവും കൊടുത്ത് ഇസ്ലാമിലെ സ്ത്രീകളെ പെൺ തീവ്രവാദികളാക്കി വാർത്തെടുക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളുടെയൊക്കെ ആദ്യ പടിയെന്നോണം ജയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് തീവ്രവാദ കോഴ്സുകളുടെ വിശദീകരണവുമായി അസർ മസൂദ് രംഗത്തെത്തിയത്. സ്ത്രീകളെ എങ്ങനെ ഒരു മികച്ച തീവ്രവാദിനികളാക്കി മാറ്റിയെടുക്കാമെന്നും അതിനുള്ള പരിശീലനങ്ങൾ എങ്ങനെ നൽകാമെന്നും വിശദീകരിക്കുന്ന ഈ ഭീകരൻ ഇങ്ങനെ പരിശീലിപ്പിക്കുന്ന സ്ത്രീകളെ തന്റെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ ആഗോള ജിഹാദ് ദൗത്യത്തിന്റെ ഭാഗമാക്കണമെന്നും പുരുഷന്മാർക്കായി നടത്തുന്ന 15 ദിവസത്തെ ദൗറ ഇ തർബിയത്ത് കോഴ്സിന് സമാനമായി ബഹാവൽപൂരിലെ മാക്സ് ഉസ്മാനോ അലിയിൽ നടത്തുന്ന ഇൻഡക്ഷൻ കോഴ്സായ ജമാഅത്തുൽ മൊമിനാത്തിൽ സ്ത്രീകളും പങ്കെടുക്കണമെന്നുമാണ് മസൂദ് അസ്ഹർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏത് തരം ചോരക്കളികൾക്ക് കളമൊരുക്കിയാലും അത് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ തന്നെയാണ്. ഇക്കാര്യത്തിലും അതുതന്നെ ആവർത്തിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യക്കെതിരായ നടത്തുന്ന ജിഹാദിലൂടെ സ്വർഗം ഉറപ്പാക്കുകയാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യമെന്നും അതവരെ ബോധ്യപ്പെടുത്തുകയാണെന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിശീലന പരിപാടിയെന്നും പരിശീലനം നേടുന്ന വനിതാ ബ്രിഗേഡുകൾ ഹിന്ദു സ്ത്രീകൾക്കെതിരെ അണിനിരക്കണമെന്നും അവർക്കെതിരെ മത്സരിച്ച് അവരെ ഇല്ലാതാക്കണമെന്നുമാണ് നരഭോജി ഭീകരനായ മസൂദ് അസർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ജിഹാദ് നടത്താൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എങ്ങനെ നിർദ്ദേശിക്കുന്നു എന്നാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത എന്നതുകൂടാതെ ജമാഅത്തുൽ മൊമിനാത്ത് കോഴ്സിൽ പങ്കുചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം അവരുടെ ശവക്കുഴിയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ഒരു അത്യാകർഷകമായ ഓഫറും കൂട്ടത്തിൽ നൽകിയിരിക്കുകയാണ്. പ്രാദേശികമായി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ജില്ലാ മുൻതാസിമയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ജമാഅത്തുൽ മോമിനാത്ത് ശാഖകൾ തുറക്കുമെന്നുമാണ് അസ്ഹർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൺലൈനും ക്ലാസുകൾ ഉണ്ടായിരിക്കും. ഇന്ത്യക്കെതിരായി നടത്തിയ ഭീകര ആക്രമണത്തിൽ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയ തീവ്രവാദികളുടെ ഭാര്യമാരെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഈ നീക്കങ്ങളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് മസൂദിന്റെ പെങ്ങളായ സാദിയ അസറിനെയായിരിക്കും. അസറിന്റെ മറ്റൊരു സഹോദരി സമൈറ അസറും പുൽവാമ ആക്രമണകാരി ഉമർ ഫറൂഖിന്റെ വിധവയായ അഫീറ ഫാറൂഖും ഈ പെൺ തീവ്രവാദി സംഘ നേതൃത്വത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ. സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമായി ദിവസേന ഓൺലൈൻ സെഷനുകൾ നടത്തുക എന്നതായിരിക്കും ഇവരുടെ ചുമതല. ഇതിൽ പങ്കുചേരുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോ അടുത്ത കുടുംബാംഗങ്ങളോ ഒഴികെ ഫോണിലൂടെയോ മെസ്സഞ്ചർ വഴിയോ അന്യ പുരുഷന്മാരുമായി സംസാരിക്കരുതെന്ന കടുത്ത നിയന്ത്രണവും അസ്ഹർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭർത്താവിനോടും മക്കളോടുമൊക്കെ ചേർന്നുള്ള ഒരു മാന്യമായ ഒരു ജീവിതം, ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് പാവം സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ തീവ്രവാദികളാക്കി കൊണ്ടുപോയി കൊന്നു തള്ളി അവരുടെ വിധവകളും അവരുടെ മക്കളെ അനാഥരുമാക്കി അവരുടെ കുടുംബജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവരുടെ കുടുംബങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിന് പകരം ആ സ്ത്രീകളുടെ ജീവിതം കൂടെ തുലച്ചില്ലാതാക്കാനായി മുതുഭീകരം കണ്ടെത്തിയ കോഴ്സ് കൊള്ളാം. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ഭാര്യമാർ മാത്രമല്ല, ശവക്കുടിയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പറക്കണമെന്ന് കലശലായ പൂതിയുള്ള സ്ത്രീകളെല്ലാം കോഴ്സിന് ചേരുമെന്നാണ് മസൂദും സംഘവും കരുതുന്നത്.